ഇത് പച്ചയാണ്. നമുക്ക് ഈ പച്ച ഒരെണ്ണം കടിച്ചു നോക്കാം. ഓ അയ്യോ ഇനിയുണ്ട്. മറ്റേ ഉണക്ക ഗ്രാമ്പു കടിക്കണതിന് ഡബിൾ പവറായത് അല്ലേ? ഹായ് ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രാമ്പു പറിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു മുണ്ട് സെറ്റ് ചെയ്തിട്ടാണ് ഗ്രാമ്പു പറിക്കാൻ കയറുന്നത്. പറിച്ചിട്ട് ആ മുണ്ടിൻ്റെ അകത്താണ് ഇട്ടുകൊണ്ട് വരുന്നത്. മരത്തിൽ കയറി നിന്ന് ഗ്രാമ്പു പറിച്ചിട്ട് ആ മുണ്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊമ്പ് ഒടിഞ്ഞു പോന്നു. ചെറിയൊരു കൊമ്പാണ്. അപ്പം അതിനകത്ത് കുറെ പച്ചയുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ കടിച്ചോ. നല്ല പുളല്. ഈ മുട്ട പോലെ ഇരിക്കണതാണ് വിരിഞ്ഞ് ഇതുപോലെ പൂവായത്. ഈ പൂവാവുന്നതിന് മുന്നേ നമ്മളത് പറിച്ചെടുക്കണം. പച്ചഗ്രാമ്പു നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല പൊള്ളലാണ്. അപ്പോൾ ഈ പറിച്ച് മുണ്ടിൻ്റെ അകത്താക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ ഗ്രാമ്പു. ഇതിപ്പോ എന്തോരം ഉണ്ടാവും? ഇത് ഉണങ്ങി ഒരു 10-12 ഗ്രാം കാണുമായിരിക്കും. ഇത് ഉണങ്ങി അടത്തി എടുക്കണത്. ഇതിന് അടത്തണം. ഇതിങ്ങനെ വേണ്ട ഇങ്ങനെ അടത്തി വെച്ചാണ് വേർത്തിരുന്നത്. ഈ കമ്പാണ് ഞാൻ പറഞ്ഞത് വേറെ ഉണങ്ങിയ അവരെടുക്കുമെന്ന് പറഞ്ഞു. ഇതാ നമുക്ക് കടയിൽ ഉണങ്ങി കിട്ടുന്നത്. ഉണങ്ങി കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ട് സാധനത്തിന് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മൊത്തം ആ തണ്ടയിൽ നിന്ന് നടത്തിയെടുക്കാം. അത് ഈ കാണുന്ന പോലെ ഇത്രയാണ് നമ്മൾ പറിച്ചെടുത്തത്. അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല. മരത്തിന്റെ മുകളിൽ കയറി നിന്ന് പറിച്ചെടുക്കുക, ഒരുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പച്ചയായിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ്. ഒരുപാട് തവണ അത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പറിച്ചുണക്കി എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.